എല്ലാവർക്കും നമസ്കാരം. ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകണമെന്ന് തീരുമാനിച്ചാൽ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ജർമ്മനിയിൽ മാസത്തിൽ എത്ര രൂപ വേണം ജീവിക്കാനായിട്ട് എന്നുള്ളതായിരിക്കും. നമുക്കൊരു 20,000 രൂപ ഉണ്ടെങ്കിൽ ജർമ്മനി ജീവിക്കാൻ പറ്റുമോ? 30,000 ഉണ്ടെങ്കിൽ പറ്റുമോ? അല്ലെങ്കിൽ 50,000 രൂപ മതിയോ? എത്ര യൂറോ, ഇന്ത്യൻ കണക്കിൽ അല്ലെങ്കിൽ യൂറോപ്യൻ നിരക്കിൽ എത്ര യൂറോ നമുക്ക് വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയാൽ ചിലവ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ. നമ്മൾ വലിയ നഗരങ്ങളിൽ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ചെറിയ നഗരങ്ങൾ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ വില്ലേജുകളിൽ പോയി ജീവിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ പറയാത്ത ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ജർമ്മനിയിൽ എല്ലാവർക്കും ഒരേ ചിലവല്ല. ഞാൻ ഉണ്ടായിരുന്ന സമയം സ്പെൻഡ് ചെയ്ത പോലെയല്ല ഇപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ബാച്ചുലേഴ്സിനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്. അതേപോലെ തന്നെയാണ് ബെർലിനിൽ ജീവിക്കുന്ന വിദ്യാർത്ഥിയുടെ ചിലവ് മ്യൂണിക്കിൽ ജീവിക്കുന്ന വിദ്യാർത്ഥിയുടെ ചിലവിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. ഇന്ന് ഈ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ മൈ നെയിം ഈസ് സച്ചിൻ. ഞാൻ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജിസ്റ്റ് ആണ്. കഴിഞ്ഞ 5 വർഷമായി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമുക്കൊരു ഗ്ലോബലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട്. അതാണ് ഡോയ്ച്ച് വിത്ത് സച്ചിൻ. നിങ്ങൾ ആരെങ്കിലും ജർമ്മനിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജർമ്മനിയിലെ വിദ്യാഭ്യാസം നേടുന്നതിനായിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടും അതേപോലെ തന്നെ പോയവരുമായിട്ടും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പലതരത്തിലുള്ള വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്. ജർമ്മൻ സ്വപ്നങ്ങളുമായി തുടങ്ങി പകുതി വെച്ച് നിർത്തിപ്പോയവരെ കണ്ടിട്ടുണ്ട്. സ്ട്രഗിൾ ചെയ്ത് ജർമ്മനിൽ എത്തിപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. ഈസി ആയി കടന്നുപോയവരെയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ ആവശ്യത്തിന് സമ്പാദ്യമില്ല എന്ന കാരണം കൊണ്ട് മാത്രം നിർത്തിപ്പോയവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും, ജർമ്മനിയിൽ ഒരു വിദ്യാർത്ഥിക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നന്നായി ജീവിക്കാനായിട്ട് സാധിക്കും. അതിനു മുമ്പേ തന്നെ ഈ ലൈവ് കാണുന്നവരിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ല ഹൗസ് ബിൽഡും കൂടാതെ ജർമ്മനിയിലെ ഏത് സിറ്റിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്ക്. നിങ്ങൾ മ്യൂണിക്കിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ ബെർലിനിലേക്കാണോ, ഹാംബർഗിലേക്കാണോ, ഫ്രാങ്ക്ഫർട്ടിലേക്കാണോ എന്നാണ് ഒന്ന് കമന്റ് സെക്ഷനിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തേക്കാം. ഞാൻ ആദ്യമേ തന്നെ ഒരു മിത്ത് ക്ലിയർ ചെയ്യാം. പല ആളുകളും കരുതുന്നത് ജർമ്മനിയിലെ ട്യൂഷൻ ഫീ ഇല്ല, അതുകൊണ്ട് ജർമ്മനി വളരെ ചീപ്പാണ് എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ട്യൂഷൻ ഫീ കുറവാണ്, പക്ഷെ ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള എക്സ്പെൻസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. എന്നാൽ മറ്റു ചിലർ കരുതുന്നത് ജർമ്മനിയിൽ ജീവിക്കാൻ വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. അത് മുഴുവനായിട്ട് ശരിയല്ല. ജർമ്മനിയിൽ ചിലവ് നിങ്ങളുടെ സിറ്റി, ലൈഫ് സ്റ്റൈൽ, അക്കോമഡേഷൻ, സ്പെൻഡിങ് ഹാബിറ്റ് ഇവയെ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കും. ഇനി എനിക്ക് നിങ്ങളോടായിട്ടൊരു ചോദ്യമാണ്. ഒരു മാസം ജർമ്മനിയിൽ ജീവിക്കാൻ എത്ര യൂറോ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? 100 യൂറോ, 200 യൂറോ, 800 യൂറോ, അല്ലെങ്കിൽ 1000 യൂറോസ്, അല്ലെങ്കിൽ 1500 യൂറോസ്? എന്താണെന്ന് ഒന്ന് കമന്റിലേക്ക് ഒന്ന് എഴുതിയേക്കുക. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ചിലവുകളെ കുറിച്ചാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ ഒന്നാമത്തെ ചിലവ് എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ്. ഇതിൽ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ചിലവാണ് അക്കോമഡേഷൻ. ഇതാണ് ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ ഭാഗവും. നിങ്ങൾക്ക് പല ഓപ്ഷൻസുകളും ഈ ഒരു ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് നമുക്കുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നാമതായി സ്റ്റുഡന്റ് ഡോർമെറ്ററീസ് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ വോൺ ഗമേഷാഫ്റ്റ് എന്ന് പറയുന്ന ഷെയർഡ് അപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാം, പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാം. ഇനി ഞാനിത് ഓരോന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റുഡന്റ് ഡോർമെറ്ററി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, പക്ഷേ വെയിറ്റിംഗ് ടൈം നന്നായിട്ടുണ്ടാകും. രണ്ടാമതാണ് ഷെയർഡ് അപ്പാർട്ട്മെന്റ്സ്, അതായത് വോൺ ഗമേഷാഫ്റ്റ് എന്ന് പറയും. ജർമ്മനിയിൽ വളരെ പോപ്പുലർ ആണ്. മറ്റ് സ്റ്റുഡൻസിനൊപ്പം താമസിക്കാം, റെന്റ് ഷെയർ ചെയ്യാൻ പറ്റും. മൂന്നാമതാണ് പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സ്, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓപ്ഷൻസ്. നമ്മൾ സ്വന്തമായിട്ടൊരു വീട് എടുക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് 1000, 1200, 800 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യൂറോസ് നമുക്ക് എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പം ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന കുട്ടികൾക്ക് ഞാൻ എപ്പോഴും ഈ ഷെയർഡ് അപ്പാർട്ട്മെന്റ് ആണ് ഓപ്ഷൻ ചെയ്യാം. സോ അവർക്ക് അപ്പോഴും വീതിച്ച് നമുക്ക് റെന്റ് എടുക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മ്യൂണിക്കിലെ റെന്റ് അല്ല ലൈപ്സിഗിലെ റെന്റ്.
ഇത് രണ്ടും വ്യത്യാസമായിരിക്കും. ജർമ്മനി എന്ന് പറയുന്നത് ഒരു കൺട്രി മാത്രമല്ല, ചിലവിൽ വലിയ ഡിഫറൻസ് ഉള്ള പല സിറ്റികൾ ചേർന്നാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് വെച്ചിട്ട് ഞാൻ മ്യൂണിക്കിലേ താമസിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. മറിച്ച് എവിടെയാണോ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ എബിലിറ്റിക്ക് ഒതുങ്ങുന്ന ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം അതിനനുസരിച്ചുള്ള സിറ്റി ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഡെപ്റ്റിലേക്ക് പോകും. നമുക്കൊരു എക്സാമ്പിൾ സിറ്റുവേഷൻ എടുക്കാം. സോ രണ്ട് ആൾക്കാർ, അരുൺ ആൻഡ് സച്ചിൻ, രണ്ട് സ്റ്റുഡൻസ്, രണ്ടുപേരും സ്റ്റുഡൻസ് ആണ്. രണ്ടുപേരും ജർമ്മനി പഠിക്കാൻ പോയി. ഇതിനകത്ത് അരുൺ മ്യൂണിക്കിലേക്കാണ് പോയത്, സച്ചിൻ ആണെങ്കിൽ ലൈപ്സിക്കിലേക്കാണ് പോയത്. അരുണിന് നല്ല റെന്റ് വന്നു, ലൈപ്സിക്ക് പഠിച്ച സച്ചിന് എക്സ്പെൻസ് വളരെ കുറവായിരുന്നു. രണ്ടും ജർമ്മനിയാണ്, പക്ഷെ കോസ്റ്റ് ഒരുപോലെയല്ല. രണ്ടാമത്തെ എക്സ്പെൻസ് ആണ് ഫുഡ്, അടുത്തൊരു വലിയ ചെലവ്. ഇവിടെ ലൈഫ് സ്റ്റൈൽ വളരെ പ്രധാനമാണ്. നിങ്ങൾ എല്ലാ ദിവസവും റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ചിലവ് കൂടും. പക്ഷെ കുക്കിംഗ് പഠിച്ചാൽ, ഗ്രോസറി ഷോപ്പിംഗ് ശരിയായി ചെയ്താൽ വളരെ നല്ല രീതിയിൽ മണി മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും കുക്കിംഗ് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്, എനിക്ക് വളരെ ഉപകാരമാണ്. അല്ലെങ്കിൽ ഞാനൊക്കെ ആദ്യം പോയ സമയങ്ങളിലൊക്കെ നന്നായി സ്ട്രഗിൾ ചെയ്ത് കുക്കിംഗ് അറിയത്തില്ലാത്തതുകൊണ്ട്. സോ ലേൺ കുക്കിംഗ്. ഓക്കെ, അത് ഏത് രാജ്യത്ത് പോയാലും കുക്കിംഗ് അറിയാമെങ്കിൽ അതൊരു എപ്പോഴും ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഇനി എക്സ്പെൻസ് നമ്പർ 3, ഹെൽത്ത് ഇൻഷുറൻസ്. ജർമ്മനിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്, ഇത് ഓപ്ഷണൽ അല്ല. ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്ലി ബഡ്ജറ്റിന്റെ ഒരു ഭാഗമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഫെർസിഷറും. പല വിദ്യാർത്ഥികളും ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, പക്ഷേ ജർമ്മനിയിലെ ഇൻഷുറൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് എക്സ്പെൻസ് നമ്പർ 4, ട്രാൻസ്പോർട്ടേഷൻ. പല യൂണിവേഴ്സിറ്റി സെമസ്റ്റർ കോൺട്രിബ്യൂഷന്റെ ഭാഗമായി പബ്ലിക് ട്രാൻസ്പോർട്ട് ബെനിഫിറ്റ്സ് നൽകാറുണ്ട്. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന സിറ്റി, യൂണിവേഴ്സിറ്റി, ട്രാവൽ ഹാബിറ്റ്സ് ഇവയെല്ലാം ആശ്രയിച്ചായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വരിക. ആൻഡ് എക്സ്പെൻസ് നമ്പർ 5, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ്. മൊബൈൽ പ്ലാൻ, ഇന്റർനെറ്റ്, സ്ട്രീമിംഗ് സർവീസസ് ഇവയും ചെറിയ ചെലവുകളാണ്. ചെറുതായി തോന്നും, പക്ഷേ മന്ത് എൻഡ് ആകുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ടാകാം. ആൻഡ് എക്സ്പെൻസ് നമ്പർ 6, സ്റ്റഡി മെറ്റീരിയൽ. പ്രധാനമായ ബുക്സ്, സ്റ്റേഷനറി, പ്രിന്റിംഗ്, സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻസ് ഇവയെല്ലാം ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ആൻഡ് എക്സ്പെൻസ് നമ്പർ 7, പേഴ്സണൽ എക്സ്പെൻസസ്, ക്ലോത്ത്സ്, ട്രാവൽ, എന്റർടൈൻമെന്റ് ആൻഡ് കോഫി വിത്ത് ഫ്രണ്ട്സ്, ഷോപ്പിംഗ് ഇവയെല്ലാം നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസിനെ നന്നായി അഫക്ട് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോടുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ജർമ്മനിയിൽ മാസം എത്ര പണം വേണം? ഉത്തരം ഈസിയാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ്. ഒരാൾക്കും ഇത്രയും ആവുമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 10 പേരെ നമുക്ക് 10 സ്ഥലങ്ങളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചിലവുകളായിരിക്കും വരിക. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടിപ്പ് എന്ന നിലയ്ക്ക്, നിങ്ങളൊരു ജർമ്മനി എന്ന് പറയുന്ന കൺട്രി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അഫോർഡബിൾ ആയിട്ടുള്ള സിറ്റി ചൂസ് ചെയ്യുക, ഷെയർഡ് അക്കോമഡേഷൻ ചൂസ് ചെയ്യുക, കുക്കിംഗ് പഠിക്കുക, ലിമിറ്റഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യുക. ഞാൻ ലൈവ് എക്സാമ്പിൾ ഉണ്ട് എൻ്റെ ഒരു ഫസ്റ്റ് ഹൗസ് ബിൽഡിംഗ് ബാച്ചിന്റെ. അതിനകത്ത് ഒരാൾ വീട്ടിലേക്ക് 10,000 അയച്ചപ്പോൾ അടുത്തയാൾ 60,000 അയച്ച സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ യു ഗോ ടു എ കൺട്രി ടു ലീവ് ആൻഡ് സർവൈവ്. അല്ലെ, നമ്മൾ ഒരു രാജ്യത്തിലേക്ക് പോകുന്നത് ആ രാജ്യം നന്നാക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. സോ നന്നായി വർക്ക് ചെയ്ത് കാശ് സമ്പാദിച്ച് നാട്ടിലൊരു നല്ല ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ഒരു സേവിങ്സ് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി ചിലവ് ചുരുക്കാൻ പറ്റും. സോ നിങ്ങൾ ഭയങ്കര ഒരു ഹാഷ് ടൈപ്പ് ആളാണ്, എക്സ്പെൻസീവ് സിറ്റിയിൽ ജീവിക്കുകയുള്ളൂ, പ്രൈവറ്റ് അപ്പാർട്ട്മെന്റേ പറ്റുള്ളൂ, ഫ്രീക്വന്റ് എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ, എല്ലാ ദിവസവും ഷോപ്പിംഗ് ചെയ്യണം, ഇവയൊക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ചെലവ് കൂടും. ഓക്കെ, ഇനി പാർട്ട് ടൈം ജോബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, പാർട്ട് ടൈം ജോലി ചെയ്താൽ ലിവിങ് എക്സ്പെൻസ് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഉത്തരം ഈസിയാണ്, പറ്റും. പല സ്റ്റുഡൻസും പാർട്ട് ടൈം ജോലി ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ പാർട്ട് ടൈം ഇൻകത്തിനെ മാത്രം ആശ്രയിച്ച് ജർമ്മനി പോകുന്ന ഒരു നല്ല പ്ലാനിങ് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആദ്യം ഫിനാൻഷ്യൽ പ്രിപ്പറേഷൻ വേണം, ശേഷം പാർട്ട് ടൈം ജോബ് ബോണസ് ആയി തന്നെ കാണണം. സോ ഇറ്റ് ഈസ് എ പാസീവ് ഇൻകം അല്ലേ. സോ വാട്ട് ഈസ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനി ചീപ്പാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങ് കമത്തിക്കൊണ്ട് വരാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ദയവ് ചെയ്ത് പോകരുത്. നിങ്ങൾ നല്ല അവെയർ ആയിരിക്കണം. ഐ ജസ്റ്റ് ഹംബ്ലി റിക്വസ്റ്റ് യു. ഏജൻസിമാർ പറയുന്നതൊന്നും ആയിരിക്കത്തില്ല റിയാലിറ്റീസ്. 5 ലക്ഷം കിട്ടും, 40 ലക്ഷം കിട്ടും, 50 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കയറ്റി വിട്ടിട്ട് ഇതിനോട് യാതൊരു പ്രൂഫോ, അതുകൊണ്ടാണ് ഇവരാരും പോവാത്തതും അല്ലേ. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് അവെയർ ആയിരിക്കുക. ട്രൂത്ത് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഒരാൾ പറയുന്ന വിശ്വസിച്ച് മാത്രം നിൽക്കുവാണ്, ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. ഓക്കെ, മിസ്റ്റേക്ക് നമ്പർ 2, ജർമ്മനി വളരെ എക്സ്പെൻസീവ് ആണെന്ന് കരുതി ഡ്രീം ഉപേക്ഷിക്കുക. സോ അങ്ങനെയല്ല.
സോ നമ്മളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ് എക്സ്പെൻസീവും ചീപ്പ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 3, അക്കോമഡേഷൻ ബഡ്ജറ്റ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. ഇത് ഡിപ്പെൻസ്. നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിൽ ഫാമിലി കൂടെ ഇല്ലെങ്കിൽ ഗോ ഫോർ ഷെയർഡ് അപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഫാമിലി ആയിട്ട് വന്ന് ഹസ്ബൻഡിനും ജോലിയുണ്ട്, വൈഫിനും ജോലി ഉണ്ടെങ്കിൽ ഗോ ഫോർ പ്രൈവറ്റ് ഭവനം. സോ നിങ്ങൾക്ക് അപ്പം ഷെയർ ചെയ്യാൻ പറ്റും എമൗണ്ട്. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 4, പാർട്ട് ടൈം ജോബ് ഗ്യാരണ്ടീഡ് ആണെന്ന് കരുതുക. ഒരിക്കലും അല്ല. എനിക്ക് വരുന്ന മെസ്സേജുകളിൽ പാർട്ട് ടൈം ജോബ് കിട്ടാത്ത പിള്ളേർ എനിക്കറിയാം 6-7 മാസമായിട്ട്. അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡിൽ പോയിട്ട് ജോലി കിട്ടാത്ത എത്രയോ പേരുണ്ട്. ഈ ഡോയ്സ് മിറ്റ് സജിനിൽ തന്നെ നമ്മുടെ പിള്ളേർ തന്നെ പഠിക്കുന്നുണ്ട്, 10-12 പേര്. ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മനിയിൽ പോയിട്ട് ലാംഗ്വേജ് ഇല്ലാത്തത് കൊണ്ട് ജോലി കിട്ടാത്തവര്. സോ യു ഹാവ് ടു ടേക്ക് ദ മണി ഫ്രം യുവർ പോക്കറ്റ്. ആൻഡ് മിസ്റ്റേക്ക് നമ്പർ 5, എമർജൻസി ഫണ്ട് ഇല്ലാതെ പോകുന്നത്. സോ യു ഷുഡ് ഹാവ് എ സേവിങ്സ് ഇൻ യുവർ ഓൾവേസ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കണ്ടത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്നെ മെൻഷൻ ചെയ്താലും മതി. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജർമ്മനിലെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്താണെന്നുള്ളതാണ്. അക്കോമഡേഷൻ ഓപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു, ഫുഡ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു, ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറഞ്ഞു, പേഴ്സണൽ എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു, പാർട്ട് ടൈം ജോബ് റിയാലിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ചിഹ്നം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, എപ്പോഴും പറയുന്ന പോലെ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ ഇറ്റ് ഈസ് അവർ ന്യൂ ചാനൽ. ഒരു നോബിൾ പർപ്പസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. സോ വി ഷെയർ ഓൺലി ദ റിയാലിറ്റീസ് ഓഫ് സ്റ്റഡിങ് ഇൻ ജർമ്മനി. ഓക്കെ, നമുക്ക് പ്ലസും പോസിറ്റീവും മൈനസും എല്ലാം ഉണ്ട്. സോ വി വിൽ ഷെയർ വിത്ത് യു. ഓക്കെ, സേഫ് ഹോം ജർമ്മനിയിലെ എല്ലാ ദിവസവും ജർമ്മനിയെ കുറിച്ചുള്ള പുതിയ വിഷയങ്ങളുമായി ഞാൻ ലൈവിൽ വരും. അതേപോലെ തന്നെ വീഡിയോയും ഉണ്ടാവും. ഹായ്, ഐ എം സച്ചിൻ. ഐ എം എ ലോയർ ബൈ പ്രൊഫഷൻ ആൻഡ് ഫൗണ്ടർ ഓഫ് ഡോയ്സ് മിറ്റ് സച്ചിൻ ആൻഡ് എക്സാലൻ.org. സേഫ് ഹോം ജർമ്മനി ആൻഡ് അഫ് വിഡസേയൻ. ചൂസ്. നാളെ വീണ്ടും കാണാം. ടേക്ക് കെയർ.